ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എല്ലാ മന്തിലും ഒരാൾ 20 കിലോ റൈസും 8 കിലോഗ്രാം വീറ്റും കൺസ്യൂം ചെയ്യുന്നുണ്ട്. പ്രൈസ് ഓഫ് റൈസ് 20% ഇൻക്രീസ് ആയി. പ്രൈസ് ഓഫ് റൈസ് എന്ത് ചെയ്തു? 20% ഇൻക്രീസ് ആയി. പ്രൈസ് ഓഫ് റൈസ് 20% ഓഫ് വീറ്റിൻ്റെ പ്രൈസിൻ്റെ 20% റൈസിൻ്റെ പ്രൈസ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 300 പെർ മന്ത് ആണ്. ഓക്കെ, then if the price of wheat is increased by 20%, വീറ്റിൻ്റെ പ്രൈസ് 20% കൂടിക്കഴിഞ്ഞാൽ what is the percentage of reduction in rice consumption is needed to maintain same expenditure 300. ഓക്കെ, then ഇത് പെർസെൻറ്റേജിലായിരുന്നു. given that the price of rice and consumption of wheat is constant. ഓക്കെ, ആദ്യമേ തന്നെ ബേസ് ആയിട്ട് അറിയേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെയും പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 300 രൂപയാണ് രണ്ടിടത്തും ചിലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അതെടുക്കാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യമേ തന്നെ ഞാൻ ചെയ്യുന്നത് റൈസ് കാൽക്കുലേഷൻ നമുക്ക് പെട്ടെന്ന് ഈസി ആക്കാൻ വേണ്ടി റൈസ് വീറ്റ് ഈ 20ഉം 8ഉം എടുക്കാതെ ഞാൻ അതിൻ്റെ റേഷ്യോ എടുക്കുന്നു. 20ഉം 8ഉം എടുക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റേഷ്യോ എടുക്കുന്നു. റേഷ്യോ നമുക്ക് 4 വെച്ച് കിട്ടിയാൽ അപ്പോൾ 5:2 ആണ് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഇനി പ്രൈസ് ഓഫ് റൈസിൻ്റെ പ്രൈസ് വീറ്റിൻ്റെ 20% ആണ്. അതായത് 20% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5 ആണ്. അതിൽ 5 എന്ന് പറയുന്നത് ദാറ്റ് ഓഫ് വീറ്റ് എന്നാണ് പറഞ്ഞത്. വീറ്റിൻ്റെ പ്രൈസ് 5 ആണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? റൈസിൻ്റെ പ്രൈസ് 1 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാം. എക്സ്പെൻഡിച്ചർ എങ്ങനെ കണ്ടുപിടിക്കും? 5 കിലോഗ്രാം, സപ്പോസ് 5 കിലോഗ്രാം റൈസും 1 രൂപയ്ക്ക് 5 രൂപ. ഓക്കെ, 2 കിലോഗ്രാം റൈസ് വീറ്റ് 5 രൂപയ്ക്ക് 10. സോ ഇവിടെ 15 രൂപ നിങ്ങൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കുക. 300 എടുക്കാതെ നമുക്ക് 15 എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കാം. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. ഇനി എന്ത് ചെയ്തു? വീറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, 20% കൂടി. ഓക്കെ, 5ൻ്റെ 20% കൂടി. ഒന്നെങ്കിൽ 5 × 6/5 എടുക്കാം ഫ്രാക്ഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ 5 × 120/100 എടുക്കുക. രണ്ടെടുത്തു കഴിഞ്ഞാലും 6 കിട്ടും. ഇതാണ് എന്തിൻ്റെ? വീറ്റിൻ്റെ പുതിയ പ്രൈസ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന റൈസിൻ്റെ കൺസപ്ഷൻ എത്ര കുറയ്ക്കണമെന്ന് ചോദിച്ചിരിക്കുന്നത്. റൈസിൻ്റെ കൺസപ്ഷൻ എത്ര കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ വില തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 6 രൂപയായി. 6 രൂപയുണ്ട്, 2 കിലോ ഉണ്ട്, 12. വീറ്റ് 12 രൂപയായി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 15 രൂപ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് റൈസിന് മൊത്തം 3 രൂപയാകാൻ പാടുള്ളൂ. റൈസിന് എത്രയാണ്? 3 രൂപയാകാൻ പാടുള്ളൂ. ഓക്കെ, എത്രയാണ് റൈസിൻ്റെ പെർ പ്രൈസ്? 1 രൂപയാണ്. അപ്പോൾ 1 രൂപ ആണ് പ്രൈസ്. എത്ര കിലോ അപ്പോൾ വരാൻ പാടുള്ളൂ? 3 കിലോയെ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഇത് കമ്പൈൻ ചെയ്തിട്ട് 15 രൂപ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിലോ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 3 കിലോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എക്സ്പെൻഡിച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ 5 കിലോ ആണ് യൂസ് ചെയ്ത്, ഇപ്പോൾ എത്ര കിലോ? 3 കിലോ. അതായത് 2 കിലോൻ്റെ കുറവുണ്ടായി. ഇൻറ്റു 100 40% ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.